സ്ഥാനാർത്ഥിത്വം അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനൊന്നും ഇപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അവരെ ഇത് പറയാനോ ഉള്ള അധികാരം ഞങ്ങൾക്കില്ല. നഗരസഭ ഞാൻ സത്യം പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാം. CPI എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മണ്ണാർക്കാട് പഞ്ചായത്തായെന്നോ അല്ലെങ്കിൽ നഗരസഭയായിട്ടോ ഒരു ജനപ്രതിനിധിയെ പോലും ഇങ്ങോട്ട് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഫണ്ട് 1 കോടിയുടെ ഫ്ലെക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 കോടി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഫായിദ ബഷീർ ചെയർമാനായിട്ടുള്ള ആ കൗൺസിലിൽ നിന്നാണല്ലോ പോയിട്ടുള്ളത്. മത്സരരംഗത്തുണ്ടാവുമോ? നമസ്കാരം, ദേശവാണി എഫ്എമ്മിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് നഗരസഭാ ചെയർമാൻ C. മുഹമ്മദ് ബഷീറാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് ഒന്ന് പോകാം. നമുക്കറിയാം, ഒരുപാട് ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കാനുണ്ട്. ഇത്തവണ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ള അതുപോലത്തെ നിരവധി ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിലുള്ളത്. ചോദിച്ചറിയാം ബഷീർക്ക് എന്താണ് വിശേഷങ്ങൾ, രാഷ്ട്രീയ വിശേഷങ്ങളല്ല, ഇപ്പോഴത്തെ ബഷീർഖാൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ വിശേഷം രാഷ്ട്രീയമാണ്. ഒരു തെരഞ്ഞെടുപ്പിന് നേരിടാൻ പോവുകയാണല്ലോ. നല്ല നോട്ടിഫിക്കേഷൻ വന്നില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് തിരക്കുകളിലാണ്. കുഴപ്പമില്ല. എന്തായാലും നഗരസഭ ഇത്തവണ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ബഷീർഖാൻ്റെ ഒരു നേതൃത്വം ഉണ്ടാവും. തെരഞ്ഞെടുപ്പുള്ള വാർഡുകളിൽ ഇറങ്ങി പ്രവർത്തിക്കും എന്നുള്ളതാണ് കേൾക്കാൻ കഴിയുന്നത്. സംശയം ഒരു സംശയമല്ലല്ലോ. വികസന നേട്ടങ്ങൾ തന്നെയാണ് കൂടുതൽ പറയാനുള്ളത്. അതിലൊരു സംശയമല്ല. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മണ്ണാർക്കാട്ട് ജനങ്ങളുടെ വികസന സ്വപ്നങ്ങൾക്ക് കൃത്യമായിട്ട് അത് എങ്ങനെയാണോ അവർ ആഗ്രഹിച്ചത് അതൊരു പരിധി വരെ നിറവേറ്റാൻ കഴിഞ്ഞു എന്നുള്ള വലിയ ചാരിതാർത്ഥ്യമുണ്ട്. അത് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെയാണ് UDF ഈ പ്രാവശ്യം ഇലക്ഷൻ നേരിടാൻ പോകുന്നത്. എല്ലാ വാർഡിലും ഞാൻ പോകും, ജനങ്ങളോട് കാര്യങ്ങൾ പറയും. തീർച്ചയായിട്ടും ഈ ഒരു 5 വർഷം ആ UDFൻ്റെ ഭരണ തുടർച്ച അടുത്തൊരു 5 വർഷം മണ്ണാർക്കാട് നഗരസഭയിൽ ഉണ്ടാവും. ഇപ്പോൾ ബഷീർഖാനോട് ഡയറക്റ്റ് ചോദിക്കാനുള്ളത്, ഇത്തവണ മത്സരരംഗത്തുണ്ടാവുമോ? എന്തായാലും UDFൻ്റെ ഒരു ഭരണം ഉണ്ടാവും. അതിന് അതിൻ്റെ ചുക്കാൻ പിടിക്കുക, അതിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എൻ്റെ മുമ്പിലെ ഒരു ലക്ഷ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വാക്കുതർക്കം, കാഞ്ഞിരത്തുണ്ടായ ബഷീർഖാൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം മണികണ്ഠൻ പെറ്റശ്ശേരിക്ക് അദ്ദേഹം അതിനെതിരെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാഹചര്യം എന്തായിരുന്നു? അല്ല, ഇതിൽ ഞാൻ പറഞ്ഞതറിയോ, ഈ മണ്ണാർക്കാട് നഗരസഭ ഞാൻ സത്യം പറഞ്ഞത് നിങ്ങൾക്കൊക്കെ അന്വേഷിച്ചാൽ അറിയാം. CPI എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് മണ്ണാർക്കാട് പഞ്ചായത്തായെന്നോ അല്ലെങ്കിൽ നഗരസഭയായിട്ടോ ഒരു ജനപ്രതിനിധിയെ പോലും ഇങ്ങോട്ട് അയക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരൊന്ന് ഉണ്ടായിക്കോട്ടെ, നല്ലതാണ്. കാരണം പല ഇതിലും അവരും രാഷ്ട്രീയ പാർട്ടിയാണല്ലോ, അവരും LDFൻ്റെ ഭാഗമാണ്. അവർ കടന്നു വരട്ടെ, എന്നിട്ട് പ്രതികരിക്കുമ്പോൾ കൗൺസിലിൻ്റെ ഉള്ളിൽ സംസാരിക്കാൻ ഒരു പ്രതിനിധി ഉണ്ടാവുന്നതും ഈ റൂട്ടിൽ വന്നിട്ട് നേതാക്കന്മാർ പ്രസ്താവന നടത്തുന്നതായിട്ട് മാറ്റേണ്ടത്. അപ്പോൾ അവർ പ്രതിനിധി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. പിന്നെ മണ്ണാർക്കാടിൻ്റെ ഇപ്പോൾ അവർ ആദ്യം പ്രതികരിച്ചത് നടമാളിക റോഡാണ്. നടമാളിക റോഡ് കൃത്യമായിട്ട് അത് മണ്ണാർക്കാടത്തെ ഒരു പ്രധാന റോഡാണ്. അതിന് 22 ലക്ഷം രൂപ ഫണ്ട് വെച്ച് അതിൻ്റെ സാങ്കേതിക അനുമതി ലഭിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഒരു സമരം വരുന്നത്. അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ, ഞാൻ സാധാരണ രീതിയിൽ ഇത്തരം കാര്യങ്ങൾ പ്രതികരിക്കാറില്ല, പക്ഷേ അത് എസ്റ്റിമേറ്റ് എടുക്കാൻ പോലും ഞാനും ബാലുംപാടെ നേരിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ DPC കിട്ടി, അതിൻ്റെ ഭരണാനുമതി ലഭിച്ച് എല്ലാം കഴിഞ്ഞ് ടെൻഡർ പ്രോസസ്സിക്ക് പോകുന്ന സമയത്താണ് ഈ ഒരു ഇത് വന്നത്. അപ്പോൾ അത് എന്താ വെച്ചെങ്കിൽ സ്വാഭാവികമായും ഒരു ഭരണതലപ്പത്തിരിക്കുന്നതിൻ്റെ ഒരു ചെയർമാൻ എന്നുള്ള നിലക്ക് ഞാനതിൽ പ്രതികരിച്ചു, അത്രേ ഉള്ളൂ. ആ റോഡ് പണി കഴിഞ്ഞപ്പോൾ ഉദ്ഘാടനം കഴിഞ്ഞു. അദ്ദേഹം തോരാപുരത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. 13-ാം തീയതി റിസൾട്ട് വരുമ്പോൾ CPIയുടെ പ്രതിനിധി ഉണ്ടാവുന്നില്ലല്ലോ. സന്തോഷമുള്ള കാര്യമാണ്. തെരഞ്ഞെടുപ്പ് ആവണല്ലേ ഉള്ളൂ. വരട്ടെ. ഞാൻ വരണം എന്നാ പറയണത്, മത്സരിക്കട്ടെ. അല്ല, ഞാൻ പറഞ്ഞത്, ഞാൻ യാഥാർത്ഥ്യമാണ് പറഞ്ഞത്. അതില്ലെങ്കിൽ അവർ നിശ്ചയിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇന്ന വർഷത്തിൽ ഞങ്ങൾ ജനപ്രതിനിധി ഉണ്ടായിരുന്നു, ചെയർമാൻ കളവ് പറഞ്ഞാണെന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇനി വന്നിട്ട് വേണം. അപ്പൊ ആ സമയത്ത് അവർ പ്രതികരിക്കട്ടെ. ഇനിയിപ്പോൾ അതില്ലെങ്കിലും പ്രതികരിക്കാം. പക്ഷേ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം, സജഷൻ പറഞ്ഞെന്നുള്ളൂ. നല്ല കാര്യമാണ്. രാഷ്ട്രീയ പാർട്ടികളൊക്കെ മത്സരിക്കുന്നത് സ്ഥാനാർത്ഥികളെ നിർത്തുന്നത് വിജയിക്കാനാണല്ലോ. ജനാധിപത്യമല്ലേ, ജനങ്ങൾ വോട്ട് ചെയ്തിട്ടല്ലേ വിജയിപ്പിക്കുക. നിലവിൽ മണ്ണാർക്കാട്ട് പൊതുജനങ്ങളുടെ ഒരു സംസാരം ബഷീർക്ക് ഒരു MLA ആയിട്ട് വരണം എന്നുള്ളൊരു ആഗ്രഹം പൊതുജനത്തിനുണ്ട് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് എനിക്ക്. അല്ല, അതൊക്കെ ജനങ്ങൾ തീരുമാനിക്കണം. പിന്നെ അതേപോലെ തന്നെ ജനങ്ങൾ മാത്രമല്ല, ജനങ്ങൾ ആദ്യം സ്ഥാനാർത്ഥിത്വം അതൊക്കെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. കൃത്യമായിട്ട് ലീഗിന് ജില്ലാ കമ്മിറ്റി ഉണ്ട്, സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്.
അതിനൊന്നും ഇപ്പോൾ ഞങ്ങൾ ഓരോ സ്ഥാനത്തിരിക്കുന്ന ആളുകൾ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കാനോ അല്ലെങ്കിൽ അവരെ അത് പറയാനോ ഉള്ള അധികാരം ഞങ്ങൾക്കില്ല എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ഞാൻ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമാണ്. പക്ഷേ എനിക്ക് എൻ്റെതായ ലിമിറ്റ് ഉണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ പാണക്കാട് തങ്ങൾ, കുഞ്ഞാൽ സാഹിബ്, അതിനൊരു പാർലമെൻ്ററി പാർട്ടി സംവിധാനമുണ്ട്. ആ സംവിധാനത്തിൽ അത് ആ സമയങ്ങളിൽ അവർ പറയും. ഇത്തവണ നഗരസഭയിലേക്ക് മത്സരിക്കാൻ ചാൻസ് ഉണ്ട്? ഇല്ല, അതിനെപ്പറ്റി ഞാനിപ്പോൾ ചിന്തിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിൽ നമുക്കറിയാം മണ്ണാർക്കാടിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മൻസൂറിൻ്റെ ഒരു സ്ഥാനാർത്ഥി നിർണ്ണയം, അതുപോലെ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് പറയുന്നു. അപ്പോൾ CPM-ലെ ഒരു പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യം, രണ്ട് വിഭാഗങ്ങളായിട്ട് ബഷീർ ഖാൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട്. എന്താണ് അല്ല, ഇതില് മൻസൂർ മത്സരിക്കുക, സെബാസ്റ്റ്യൻ മത്സരിക്കുക, ഒരു വാർഡിൽ എന്തായാലും ഓപ്പോസിറ്റ് പാർട്ടി ഒരാളുണ്ടാവും. അത് X or Y ആ ഒരു രീതിയിൽ നിങ്ങൾ കാണില്ല. അവരൊക്കെ 2-3 തവണ അത് മത്സരിക്കുന്ന ആളുകളല്ലേ, കാലങ്ങളായിട്ട് മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിലൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് യാതൊരു ബേജാറുമില്ല. ഞങ്ങൾ മുന്നിൽ വെക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഇലക്ഷൻ മണ്ണാർക്കാട്ടുകാരുടെ വികസനം, അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ലക്ഷ്യം. വ്യക്തിപരമായിട്ട് ഏത് മേഖലയാണ് ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഞങ്ങൾ കൈവെക്കാത്തത്? എല്ലാ ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ്. അതിൽ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. പല ആളുകളും പല വാർഡുകളിലും അതൊക്കെ അവരുടെ അല്പത്തരാണ്. ജനാധിപത്യ സംവിധാനം മറികടന്നുകൊണ്ട് ഈ ഫണ്ട് 1 കോടിയുടെ ഫ്ലെക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ 1 കോടി മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഫായിദ ബഷീർ ചെയർമാനായിട്ടുള്ള ആ കൗൺസിലിൽ നിന്നാണല്ലോ പോയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളത് ഒരിക്കലും രാഷ്ട്രീയ വിവേചനം പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ കണ്ടിട്ടില്ല. കാരണം എവിടെ ഒരു റോഡ് വന്നാലും, എവിടെ ഒരു കാര്യങ്ങൾ മറ്റുള്ള വികസനം വന്നാലും അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. അതില് വാർഡുകളുടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പൊ രാഷ്ട്രീയമുണ്ട്, ഇടതുമുന്നണി, വലതുമുന്നണി, BJP ഒക്കെ ഉണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ജനപ്രതിനിധികളാണ്. ആ ഒരു വാർഡിൽ നിന്ന് വരുന്ന ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിയിട്ടാണ് അവർ വരുന്നത്. അപ്പോൾ അവർക്കും അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. ആ വാർഡിൽ കൂടി വികസനം എത്തിക്കുമ്പോഴല്ലേ മണ്ണാർക്കാട് നഗരസഭയുടെ മുഴുവൻ പ്രദേശത്ത് വികസനം എത്തുക. ഇത് അല്ലാതെ ഒരു ഭരണകക്ഷിയുടെ 15 കൗൺസിലർമാരോ 20 കൗൺസിലർമാരോ ഉണ്ടെങ്കിൽ അവരിലേക്ക് മാത്രം ചുരുങ്ങേണ്ടതല്ല. ഈ 10 വാർഡ് മാറ്റിവെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എനിക്ക് ജനങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, എന്തായാലും UDF-ന്റെ ഒരു ഭരണം വരും. അപ്പോൾ പരമാവധി എല്ലാവരും ചിന്തിച്ച് വോട്ട് ചെയ്യുക. കാരണം ഇത് മണ്ണാർക്കാട്ടുകാരുടെ വികസനത്തിന്റെ, അവരുടെ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ അടിത്തട്ടിലുള്ള പാവപ്പെട്ട ആളുകളുടെ എല്ലാവരും ചേർത്ത് പിടിക്കാനും അവരുടെ ഉന്നമനം അടുത്ത 5 വർഷക്കാലം നടപ്പാക്കാനുള്ള തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം ഈ 5 വർഷക്കാലം മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു മാറ്റം, ഒരുപക്ഷെ അടുത്തൊരു 5 വർഷം കൂടെ ചെയർമാൻ C. മുഹമ്മദ് ബഷീർ ആയിരുന്നെങ്കിൽ മണ്ണാർക്കാടിന്റെ മുഖച്ഛായ തന്നെ മാറ്റാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു ടോട്ടൽ ഒരു സംഭവം പറയപ്പെടുന്നുണ്ട്. എങ്ങനെ, ഏത് രൂപത്തിലായിരിക്കും വരികയാണെങ്കിൽ നിങ്ങളുടെ വരാൻ പോകുന്ന ഒരു കാഴ്ചപ്പാട് ഏത് രൂപത്തിലായിരിക്കും? അല്ല, ഇതില് ഞങ്ങൾക്ക് തന്നൊരവസരം പരമാവധി നിങ്ങൾ തന്നെ ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞൊന്നുമില്ല. വികസനം നടന്നിട്ടുണ്ട്, ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ പറയുമ്പോൾ അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു അംഗീകാരമാണ്. ഒപ്പം UDF-ന്റെ രാഷ്ട്രീയകാര്യ സമിതിയുണ്ട്. അതിൽ കൃത്യമായിക്കൊണ്ട് ജനങ്ങൾ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഇനി ആവശ്യമുള്ള പദ്ധതികൾ വെച്ചുകൊണ്ട് ഞങ്ങൾ പ്രകടന പത്രികയാണ്. നിലവിൽ നമുക്കറിയാം മണ്ണാർക്കാട് നഗരസഭയുടെ ഒരു മാറ്റം, അതായത് മണ്ണാർക്കാട് നഗരസഭ കെട്ടിടത്തിന്റെ ഒരു മാറ്റം മാത്രമാണ് നിലവിൽ ഒരു ഫ്ലോപ്പായി പോയൊരു സംഭവം. അത് മാത്രമല്ല, കുറേ കാര്യങ്ങൾ ഫ്ലോപ്പായിട്ടുണ്ട്. ഏറ്റവും അടിസ്ഥാന പ്രശ്നം മണ്ണാർക്കാട് മാലിന്യ സംസ്കരണ ആ പ്രവർത്തനങ്ങൾക്ക് ഒന്നുകൂടി അതുപോലെ തന്നെ വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട് തെരുവുനായ്ക്കളെ ഒരു അവർക്ക് സുരക്ഷിതമായ ഒരു നഗരം മണ്ണാർക്കാട് സൃഷ്ടിക്കണം. ഭയമില്ലാതെ കുട്ടികൾക്കും വലിയവർക്കും ഇറങ്ങി നടക്കാൻ, തെരുവുനായ്ക്കളെ പേടിച്ച് ഇറങ്ങി നടക്കാൻ കഴിയാത്ത ഒരവസ്ഥ ഇന്ന് മണ്ണാർക്കാടുണ്ട്. മണ്ണാർക്കാടല്ല, ഇന്ത്യയിൽ രാജ്യത്ത് ഒട്ടുക്കുമുണ്ട്. പക്ഷെ അത് മണ്ണാർക്കാട് തെരുവുനായില്ലാത്ത, അവരെ ഭയപ്പെടാതെ നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ ക്രിമിറ്റോറിയം ഫ്ലോപ്പായതാണ്. അതുപോലെ തന്നെ ഈ മാലിന്യ സംസ്കരണത്തിന്റെ സ്ഥലമെടുക്കൽ ഫ്ലോപ്പായതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ പ്രയാസങ്ങൾ മണ്ണാർക്കാട് അനുഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം.
നമ്മൾ ഏത് പദ്ധതി കൊണ്ടുവന്നാലും അതിനൊരു പാലക്കുന്ന ഒരു സംവിധാനം മുൻപുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. അല്ല, ഇതില് പ്രതിപക്ഷത്തിന്റെ കടമ ഭരണപക്ഷം ചെയ്യുന്ന കാര്യങ്ങൾ എതിർക്കലാണ്. അത് അവര് കടമയാണ്. പക്ഷേ വികസന കാര്യത്തിൽ ജനം ആഗ്രഹിക്കുന്ന വികസനം തടയുമ്പോൾ അത് ജനം പ്രതികരിക്കും. അത് ഈ ഇലക്ഷനിൽ നമുക്ക് കാണാം. കാരണം പല പദ്ധതികളും ഇപ്പോൾ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ്, ടൗൺ ഹാൾ, ഒരു ടൗൺ ഹാളൊക്കെ ഒരു നഗരസഭയ്ക്ക് ആവശ്യമാണ്. ഷീ ലോഡ്ജ്, ഷോപ്പിംഗ് കോംപ്ലക്സ്, നല്ലൊരു ഓഫീസ്. അപ്പോൾ ഇതൊക്കെ ജനം ആഗ്രഹിക്കുന്നുണ്ട്. മണ്ണാർക്കാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്ന ഒരു പദ്ധതിയായിരുന്നു. 15 കോടി രൂപ നമ്മുടെ ബാങ്കാണ്, റൂറൽ ബാങ്ക് എന്നുള്ളത് ജനകീയ ബാങ്കാണെന്നൊക്കെ പറഞ്ഞ് അവർ ലെറ്റർ തന്നു. ലോൺ തരാമെന്ന് പറഞ്ഞ് കൗൺസിലിൽ വന്നു, അവർ സംസാരിച്ചു, ഞങ്ങൾ ഓക്കെയാണ് എന്ന് പറഞ്ഞു. ആ ലെറ്റർ വെച്ചിട്ടാണ് ഗവൺമെൻറ് സാങ്ഷൻ ഞങ്ങൾ പോയത്. പക്ഷേ ഗവൺമെൻറ് ഭരിക്കുന്നത് നമുക്കറിയാം ഇടതുപക്ഷമാണ്. അപ്പോൾ നമ്മളൊരു കത്ത് കൊടുത്താൽ അതിന് മറുപടി കിട്ടാൻ 8 മാസം എടുത്തു എന്നുള്ളത് സത്യമാണ്. കത്ത് കിട്ടി മറുപടി NOC വന്നപ്പോൾ ഇവരെ ബാങ്കിനെ സമീപിച്ച് പറഞ്ഞു ഞങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല. അപ്പോൾ അവർ സത്യത്തിൽ മണ്ണാർക്കാട്ടെ ജനങ്ങളെ വഞ്ചിച്ചിരിക്കുകയാണ്. വീണ്ടും ആ പ്രപ്പോസൽ, പക്ഷേ അന്ന് ഒരു കൗൺസിൽ തീരുമാനം എടുത്തപ്പോൾ റൂറൽ ബാങ്കോ അല്ലെങ്കിൽ തത്തുല്യമായ ധനകാര്യ സ്ഥാപനമോ എന്നൊരു കാര്യം അതിൽ എടുത്തിരിക്കുകയാണെങ്കിൽ ഇവർ കുറച്ച് നേരത്തെ അത് അറിയിച്ചിരിക്കുകയാണെങ്കിൽ നമുക്ക് ടൈം കിട്ടിയിരുന്നു. ഇപ്പോൾ KODFസിനെ ഞങ്ങൾ അപ്രോച്ച് ചെയ്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഏറെക്കുറെ ആയിട്ടുണ്ട്. ഇപ്പോഴും സർക്കാരിന് ഈ ധനകാര്യ സ്ഥാപനം മാറ്റിയിട്ടില്ല. ഒരു കൗൺസിൽ തീരുമാനം കൊടുത്ത് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായി. അപ്പോൾ എങ്ങനെയൊക്കെ ഇത്തരം പദ്ധതികൾ നടക്കരുത് എന്നുള്ളൊരു കൃത്യമായ അജണ്ട അവർക്കുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മണ്ണാർക്കാട് നഗരസഭ വിട്ട് മറ്റുള്ള പഞ്ചായത്തിലേക്ക് പോകുമ്പോൾ ഏറെ വിവാദമായിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മളെ അരിയൂർ ബാങ്ക്. നമ്മുടെ കോട്ടപ്പാടം പഞ്ചായത്തിലെ അരിയൂർ ബാങ്ക്. അതിലിപ്പോൾ ബഷീർക്കയാണ് അതിൻ്റെ ഒരു ലീഗിലൊരു മേൽനോട്ടം തോന്നുന്നുണ്ട്. ഇല്ല, അതിന് സംസ്ഥാന കമ്മിറ്റി ഒരു സമിതിനെ നിയോഗിച്ചിട്ടുണ്ട്. ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള MLA ഉൾപ്പെടെയുള്ള ഒരു സമിതി അതിൻ്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അതിൻ്റെ പ്രയാസങ്ങൾ നീക്കാനും വേണ്ടിയിട്ട് ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ 1-2 മീറ്റിങ്ങുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ഞാനും അതിലുണ്ട്. ലീഗിനൊരു തിരിച്ചടിയാവുമോ കോട്ടപ്പാടം പഞ്ചായത്തിൽ? അല്ല, അത് ആ ഒരു രീതിയിൽ പിന്നെ ജനങ്ങൾക്ക് പ്രയാസമുണ്ട്. കാരണം നമുക്കൊക്കെ അറിയാലോ. പിന്നെ അതിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഏതൊരു ധനകാര്യ സ്ഥാപനവും അതിൻ്റെ വിശ്വാസ്യതയാണ് അതിനെ നിലനിർത്തുന്നത്. അത് ഇടതുപക്ഷം അതിൽ ചെയ്തത് എന്താ വെച്ചെങ്കിൽ ഒരു 3-4 സമരങ്ങൾ അതിൻ്റെ മുമ്പിലേക്ക് BJP ചെയ്തു. അപ്പോൾ ഏത് ഡിപ്പോസിറ്റർക്കും തൻ്റെ പൈസ കിട്ടൂല എന്നുള്ളത് വലിയ പ്രയാസം ഉണ്ടാവും. അപ്പോൾ അത് ബാങ്ക് പൊളിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. കാരണം കഴിഞ്ഞ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ 60 കോടി രൂപയാണ് ആ ബാങ്കിൽ നിന്ന് ഡിപ്പോസിറ്റർമാർ പിൻവലിച്ചത്. ഏത് ധനകാര്യ സ്ഥാപനത്തിനാണ് നിലനിൽക്കാൻ കഴിയുക? അതിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അന്വേഷണം നടത്തി കണ്ടെത്തേണ്ട കാര്യങ്ങളാണ്. 1 കോടി രൂപ ലോണ് കൊടുത്തിട്ടുണ്ട് അതിൽ. ഇനി അവിടെ ഞാൻ അറിഞ്ഞത് 53 കോടിയാണ് തിരിച്ചു കൊടുക്കാനുള്ളത്. അപ്പോൾ ബാങ്ക് നഷ്ടത്തിലാണെന്ന് പറയാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത്രയും ഇതൊരു പഞ്ചായത്തിലാണ് ഈ ലോണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഡിപ്പോസിറ്റർമാർ പിന്നേക്ക് കൊടുക്കാൻ ഈ ലോണ് കൊടുത്ത ആളുകൾ ഫണ്ട് തിരിച്ചടച്ചാൽ മതി. അതിൽ പാർട്ടി ഇടപെട്ടിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ മണ്ണാർക്കാട് പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യത? അതായത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിനെ അത് ബാധിക്കുന്നില്ല? തെരഞ്ഞെടുപ്പിനൊന്നും അത് ബാധിക്കില്ല. തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ 5 കൊല്ലം ജനങ്ങളുടെ പ്രയാസങ്ങളും പ്രശ്നങ്ങളും അവിടെ വികസന കാര്യങ്ങളുമാണ് അവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിലൊന്നും ഒരു പ്രയാസം ഞങ്ങൾക്ക് ഉണ്ടാവും. ഈ CPM പാർട്ടി സമരം ചെയ്യുമ്പോഴും യൂണിവേഴ്സൽ കോളേജ് ഒരു സംഖ്യ അവിടെ അടക്കാനുണ്ടെന്ന് തോന്നുന്നു. അല്ല, അതൊക്കെ കോപ്പറേറ്റീവ് സെക്ടറിൽ അത് പരസ്പര ധാരണയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കലും വാങ്ങലും ഉണ്ട്. അത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. അല്ല, അതുണ്ട്. അത് അവരാണ്, ആ സ്ഥാപനമാണ് ചിന്തിക്കേണ്ടത്. കാരണം ഞങ്ങൾക്ക് ഒരു ആവശ്യം വന്നപ്പോൾ അവർ സഹായിച്ചാണ്. ഇപ്പോൾ ബാങ്കിനൊരു ആവശ്യം വരുമ്പോൾ തിരിച്ചു കൊടുക്കണം എന്നുള്ളത് അത് അതിൻ്റെ ലീഗലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഇനി വരാൻ പോകുന്ന 5 വർഷത്തിൽ ബഷീർ ഖാൻ്റെ ഒരു ചരടുവലി കേൾക്കുന്നുണ്ട്. അല്ല, ചരടുവലിയല്ല. ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു പ്രകടന പത്രിക വെച്ചുകൊണ്ടാണ് ഒരു ഭരണത്തിലേക്ക് ഒരു പാർട്ടി പോവുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വികസന തുടർച്ച മണ്ണാർക്കാട് ഉണ്ടാവും, ഒരു സംശയമല്ല. കഴിഞ്ഞ ദിവസം നമ്മൾ കൊടുത്തൊരു വാർത്ത ഉണ്ടായിരുന്നു. മുണ്ടേക്കരാട് വാർഡിൽ ഒരു SC വനിതയെ മത്സരിപ്പിക്കുന്നത്. അത് നമുക്ക് പറ്റിയൊരു തെറ്റായിരുന്നു. അത് തിരുത്താൻ ഞങ്ങൾ തയ്യാറാണ്. അവിടെ ആരായിരിക്കും പ്രാവശ്യം മത്സരിക്കാൻ? അവിടെ ഒരു വനിതയാണെന്ന് നമുക്ക് കിട്ടിയൊരു വിവരം. അല്ല, അത് 2 വാർഡും വനിതയാണ്. നിങ്ങൾക്കതിൽ തെറ്റുപറ്റിയതെന്ന് വെച്ചാൽ ജ്യോതി അവിടുത്തെ ആശാ വർക്കറാണ്. അവർ ഗുപ്തർ സമുദായത്തിൽപ്പെട്ടതാണ്. നിങ്ങളത് കൊണ്ട് SC ആക്കേണ്ട ആവശ്യമില്ല.
SC അപ്പുറത്ത് 24-ാം വാർഡിൽ മത്സരിക്കുന്നുണ്ട്, SC വനിതയാണ്. അതിൽ നമ്മൾ കാണേണ്ട ഒരു സംഭവം ജനറൽ വനിതയിൽ ഒരു മുന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാളെ മത്സരിപ്പിക്കുന്നു എന്നുള്ള ഒരു സംഭവം. അല്ലെ, നിങ്ങള് അത് ജനറൽ വനിത തന്നെയാണ്, ജനറൽ വനിത തന്നെയാണ് അവിടെ നിൽക്കുന്നത്. അല്ല, അവിടെ വേണമെങ്കിൽ പരിഗണിക്കാമായിരുന്നു എന്നുള്ളതാണ്. അത് ആ ഒരു രീതിയിൽ ഒരിക്കലും കാണരുത്. അതായത് ഇത് മതേതര ഇന്ത്യയാണ്. ഇവിടെ പിന്നെ ഹിന്ദു എന്നോ മുസ്ലിമോ എന്നോ എന്ന് പറഞ്ഞിട്ടൊന്നല്ല കാൻഡിഡേറ്റ് നടത്തല്. അതാണ് മുസ്ലിം ലീഗിന്റെ പാരമ്പര്യം. അവിടെ ആ ഭാഗത്ത് പൊതുപ്രവർത്തനം നടത്തി വളരെ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു സ്ഥാനാർത്ഥിയാണ് അവിടെ നിർത്തിയിട്ടുള്ളത്. അതിൽ ജാതിയുടെ പേരോ അല്ലെങ്കിൽ മതത്തിന്റെ കാര്യമോ ഒന്നും പറഞ്ഞിട്ട് ആ കാര്യത്തിലൊന്നും ലീഗിനൊരു ഇതില്ല. അത് ഈ മണ്ണാർക്കാട്ട് മൊത്തം രാഷ്ട്രീയ പാർട്ടിക്കുള്ള ഒരു സന്ദേശമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി. വലിയൊരു മുന്നേറ്റമാണ്, മുസ്ലിം ലീഗിന്റെ വലിയൊരു ചരിത്ര തീരുമാനമാണ്. ഒരു സംശയമല്ല അതിലൊന്നും. മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളിലും പ്രത്യേകിച്ച് മണ്ണാർക്കാട് ഇപ്പൊ ഈ ഒരു സ്ഥാനാർത്ഥിനൊക്കെ നിർത്തിയ കുറെ ആളുകൾ എന്നെ വിളിച്ചിട്ട് അഭിനന്ദിച്ചിട്ടുണ്ട്. കാരണം അതാണ് ജനാധിപത്യം, അതാണ് മതേതരത്വം, അതാണ് ഇവിടെ ലീഗ് നടപ്പാക്കി കാണിച്ചു കൊടുത്തത്. അല്ലാതെ അവിടെ 90% മുസ്ലിംസ് ആണ്, അപ്പൊ മുസ്ലിങ്ങൾ നിൽക്കട്ടെ എന്ന് പറയണതല്ല. പല പാർട്ടി അത് പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവിടെ ശരിയാവില്ല, അവിടെ മുസ്ലിം കാൻഡിഡേറ്റ് വേണം എന്ന് പറഞ്ഞ ആളുകളൊക്കെ ഉണ്ട്. ഞാൻ ഇപ്പൊ പറയുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ കാഴ്ചപ്പാടിൽ, അത് മതേതര കാഴ്ചപ്പാടിൽ, അതിൽ ഹിന്ദുവിനെ സ്ഥാനാർത്ഥിയാക്കണം, മുസ്ലിം, അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് ഞങ്ങളെ മനസ്സിലുണ്ടായിട്ടേ ഇല്ല. മണ്ണാർക്കാട് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയ ഒരു ദേശവാണി എഫിനെ കുറിച്ച് സാർ കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്കറിയാം, അതിന് യുഗമാണ്. സോഷ്യൽ മീഡിയ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന സമയമാണ്. നമ്മുടെ ദേശത്തിന്റെ കാര്യങ്ങൾ, വാർത്തകൾ ഒക്കെ ചർച്ച ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. നല്ല കാര്യമാണ്. റേഡിയോ ആണ് ഇത്, ഓൺലൈനായിട്ട് നമുക്ക് തത്സമയം കേൾക്കാൻ പറ്റുന്ന റേഡിയോ കൂടെയാണ്. അതെ, നല്ല കാര്യമാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ കാര്യങ്ങൾ അറിയാനും. പക്ഷെ അതിലിതാണ് നിങ്ങൾ ഒന്നുകൂടി അന്വേഷിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം. തീർച്ചയായിട്ടും. എന്തായാലും ബഷീർക്ക് നമ്മളോടൊപ്പം ഇത്രയും നേരം ചേർന്നതിന് വളരെ നന്ദി അറിയിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിലുള്ള പാർട്ടിയുടെ നീക്കങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വിശേഷങ്ങളും മറ്റു രാഷ്ട്രീയ വിശേഷങ്ങളും നമുക്ക് ചർച്ച ചെയ്യാം. എന്തായാലും ഞാൻ അർഷാദ്, ഒപ്പം ഉണ്ടായിരുന്നത് ഫൈദ ബഷീർ.